ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇന്നലെ ഓസ്ട്രേലിയയിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ കാര്യങ്ങൾ. എൻ്റെ കൂടുതൽ ഇന്ന് ജോബിനാണ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പല വീഡിയോസ് ഇതിനു മുമ്പ് ജോബിൻ്റെ കൂടുതൽ ചെയ്തിട്ടുണ്ട്. പ്രോപ്പർട്ടി മാർക്കറ്റാണ് ജോബിൻ്റെ ഒരു ഏരിയ. അപ്പം ജോബിന് എന്താണ് പുതിയ മാറ്റങ്ങൾ, ഗവൺമെന്റ് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്, ഇത് എങ്ങനെയൊക്കെയാണ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയാമോ? ഇന്നലെ വൈകിട്ടായിരുന്നു ബഡ്ജറ്റ് ട്രഷറർ അവതരിപ്പിച്ചത്. ബഡ്ജറ്റിൽ ഇതുവരെ ഇത്രയും നാളായിട്ടുള്ള വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പ്രോപ്പർട്ടിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സ് റീഫോർമേഷൻ അല്ലെങ്കിൽ ചേഞ്ചസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 3 കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും ചേഞ്ചസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നെഗറ്റീവ് ഗിയറിങ്, രണ്ടാമത്തെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ചേഞ്ച്, മൂന്നാമതായിട്ട് ട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സ് ചേഞ്ചസ്. ഈ 3 കാര്യങ്ങളാണ്. അതായത് അത് അനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കാര്യം പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, ഈ ഇപ്പോൾ ഉള്ള നിലവിലുള്ള ടാക്സ് സിനാരിയോ എന്ന് പറയുന്നത് അത് വർഷങ്ങളായിട്ടുള്ള സിനാരിയോസ് ആയിരുന്നു. 2019 ഇലക്ഷനിൽ ലേബർ ഗവൺമെന്റ് ഇത് റീഫോം ചെയ്യാനായിട്ട് ഒരു അനൗൺസ്മെന്റ് ചെയ്തായിരുന്നു ഇലക്ഷന്റെ ഭാഗമായിട്ട്. പക്ഷെ അതിന് ജനങ്ങളുടെ ഇടയിൽ നിന്നും എതിർപ്പുണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഇലക്ഷൻ ലേബറിന് ലോസ് ആയി. അപ്പൊ അത്രയും ജനങ്ങളെ സ്വാധീനിക്കുന്ന സംഭവമാണിത്. ആ ഒരു ചേഞ്ച് ഇപ്പോഴത്തെ ലേബർ ഗവൺമെന്റിന് മജോറിറ്റി ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് അവർക്ക് ചേഞ്ചസ് കൊണ്ടുവരുന്നതിന് വെരി ഈസിയാണ്. കൂടാതെ ഇനി 2 വർഷം കൂടെ അവർക്ക് ഭരിക്കാനുണ്ട്. അതുകൊണ്ട് ആ ഒരു ചേഞ്ചസ് അവർ കോൺഫിഡൻസോടുകൂടി തന്നെ കൊണ്ടുവന്നു. എന്നാൽ ഒരു മേജർ ചേഞ്ച് വരാതെ ഒരു കുറച്ച് ലൈറ്റർ വേർഷൻ ആയിട്ടാണ് അവർ ഈ പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാനായിട്ട് അതിനുണ്ടാകുന്ന കോസ്റ്റ് ഒരു വർഷം 30,000 ആണ് നോക്കുക. ബാങ്ക് റീപേയ്മെന്റ്, കൗൺസിൽ റേറ്റ്, അങ്ങനെയുള്ള എല്ലാ കോസ്റ്റുകളോട് കൂടി ഒരു 30,000 നമുക്ക് കോസ്റ്റ് ആവുന്നുണ്ട്. പക്ഷെ അതിന്റെ റെന്റൽ ഇൻകം എന്ന് പറയുന്നത് ഒരു 20,000 ഉള്ളെങ്കിൽ നമുക്ക് അവിടെ ഒരു 10,000 ലോസ് ആണ്. അപ്പം ഈ ഒരു 10,000 ലോസിനെ നമുക്ക് നെഗറ്റീവ് ഗിയറിംഗ് വഴിയായിട്ട്, അതായത് ഈ 10,000 ലോസിനെ നമ്മുടെ സാലറി വേജസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്ത് നമ്മുടെ ടാക്സിന്റെ ലയബിലിറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം ഒരു ആവറേജ് ഒരു 30 അല്ലെ 40% സ്കെയിലുള്ള ഒരാളാണെങ്കിൽ ഈ 10,000 ലോസ് ക്ലെയിം ചെയ്യുമ്പോൾ നമുക്കൊരു 3,000 നമുക്ക് ടാക്സ് റിട്ടേണിൽ തിരിച്ചു കിട്ടുന്നുണ്ട്. അപ്പൊ അതാണ് ഈ നെഗറ്റീവ് ഗിയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പം ഗവൺമെന്റ് ഇന്നലെ അനൗൺസ് ചെയ്തതനുസരിച്ച് അവർ പറഞ്ഞേക്കുന്ന ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത്, നെഗറ്റീവ് ഗിയറിംഗ് ഇതുവരെ ഉള്ള ഇൻവെസ്റ്റേഴ്സിനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ, അതായത് ഇന്നലത്തെ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തേക്കുന്ന പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്ന് പറയുന്നത്, ഫ്രം 1st of July 2027 തൊട്ട് നെഗറ്റീവ് ഗിയറിംഗ് പുതിയ ബിൽഡിങ്ങുകൾക്ക്, പുതിയ കൺസ്ട്രക്ഷൻ ചെയ്ത വീടുകൾക്ക് മാത്രമായിട്ട് അവർ ചുരുക്കി. അതായത് പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ന്യൂലി ബിൽറ്റ് ആയിട്ടുള്ള വീട് മേടിക്കുകയോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരെണ്ണം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ബിൽഡ് ചെയ്തോ മാത്രമേ ഉള്ളൂ നെഗറ്റീവ് ഗിയറിംഗിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. പക്ഷേ അതേസമയം ഇന്നലെ വരെ ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ ചേഞ്ചസ് ഒന്നും ഇല്ലാതെ നിലവിലുള്ള നെഗറ്റീവ് ഗിയറിംഗിന്റെ ബെനിഫിറ്റ് അതുപോലെ തന്നെ ആ പ്രോപ്പർട്ടി വിൽക്കുന്നോടം വരെ കണ്ടിന്യൂ ചെയ്യും. അപ്പം ഒരു പ്രോപ്പർട്ടി ഓൾറെഡി ഉണ്ട്, അല്ലെ 2-3 പ്രോപ്പർട്ടി ഉള്ളവർക്ക് ഈ ചേഞ്ചസ് അഫക്ട് ചെയ്യുന്നില്ല. അവർക്ക് അതുപോലെ തന്നെ നെഗറ്റീവ് ഗിയറിംഗ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. എന്നാൽ മാർക്കറ്റിൽ പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി മേടിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു എസ്റ്റാബ്ലിഷ്ഡ് എക്സിസ്റ്റിംഗ് വീട് മേടിക്കുവാണെങ്കിൽ ഇപ്പോൾ ഉള്ള നെഗറ്റീവ് ഗിയറിംഗിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല. അതായത് ഒരു പ്രോപ്പർട്ടിക്ക് ഉണ്ടാകുന്ന ലോസ് നമ്മുടെ സാലറിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അടുത്തെന്ന് പറയുന്നത്, അത് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, പ്രോപ്പർട്ടിക്ക് പുതിയ റൂൾ അനുസരിച്ചിട്ട് ലോസ് ഉണ്ട്. ആ ലോസ് ഓരോ വർഷവും ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത വർഷത്തേക്ക് ആ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഈ പ്രോപ്പർട്ടി എന്ന് പോസിറ്റീവ് ഗിയർഡ് ആവുന്നോ അന്നേരം ഈ ലോസിനെ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അത് 2 പ്രധാന കാര്യങ്ങളാണ്. ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തവർക്ക് യാതൊരു ചേഞ്ചസും ഉണ്ടാകുന്നില്ല.
പുതിയതായിട്ട് മേടിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ പുതിയ ന്യൂലി ബിൽറ്റ് ഹൗസസ് അല്ലെങ്കിൽ പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ബിൽഡ് ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഉള്ള നെഗറ്റീവ് ഗിയറിംഗിന്റെ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. പഴയ ഒരു വീട് മേടിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ഗിയറിംഗിന്റെ ബെനിഫിറ്റ് കിട്ടത്തില്ല. അങ്ങനെ ഇതാണ് നെഗറ്റീവ് ഗിയറിംഗിനെ സംബന്ധിച്ചുള്ള മേജർ ചേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജോബിന് വേറൊരു കാര്യം കേൾക്കുന്നത് ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, അതിന് എന്തോ ഒരു ചേഞ്ച് വന്നതായിട്ട് കേൾക്കുന്നുണ്ട്. അതെന്താണെന്ന് പറയാം. അതെ, അതും ഇപ്പം ഗവൺമെന്റ് ടൈമിൽ പറയുവാണെങ്കിൽ ജനറേഷണൽ വെൽത്ത്, അതായത് ഇവിടെ പ്രോപ്പർട്ടി ജനറേഷൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആ ജനറേഷണൽ വെൽത്തിനെ ഒരു ടാക്സ് ചെയ്യുന്ന സിസ്റ്റമാണ് അവരിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഇത്രയും നാളും എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാല് നമുക്ക് 50% ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഡിസ്കൗണ്ട് ഉണ്ട്. അത് പ്രോപ്പർട്ടിക്ക് മാത്രമല്ല, അത് ഷെയറോ ഏത് അസറ്റുകളാണെങ്കിലും ആ ഒരു ഡിസ്കൗണ്ട് ആപ്ലിക്കബിൾ ആണ്. അതായത് 12 months കൂടുതൽ നമ്മളൊരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്തു, ഒരു 500,000 ഒരു പ്രോപ്പർട്ടി മേടിച്ചു, 12 months മേളിൽ ഹോൾഡ് ചെയ്തു, അതിനുശേഷം അത് വിൽക്കുന്നത് 1 million വിൽക്കുവാണെങ്കിൽ നമ്മുടെ മേടിക്കാനുള്ള കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ 1 million വിൽക്കുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ലാഭം എന്ന് പറയുന്നത് ഒരു 400,000 ആണെങ്കിൽ ആ 400,000 50% ഉള്ളൂ നമ്മൾ ഇപ്പോഴത്തെ നിലവിലെ ടാക്സ് അനുസരിച്ച് ടാക്സ് കൊടുക്കുന്നുള്ളൂ. അതായത് 200,000 ഉള്ളൂ നമുക്ക് ടാക്സ് ലയബിലിറ്റി വരുന്നുള്ളൂ. പുതിയ ചേഞ്ച് വെച്ചിട്ട്, അതായത് ഇന്നലെ ബഡ്ജറ്റ് അനൗൺസ് ചെയ്ത ചേഞ്ച് വെച്ചിട്ട് ഫ്രം 1st of July 2027 കറന്റ് സിസ്റ്റം റീപ്ലേസസ് വിത്ത് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്ഡ് CGT സിസ്റ്റം. അതായത് ഇൻഫ്ലേഷൻ അനുസരിച്ചിട്ട് ഉള്ള ഒരു ഇൻഡെക്സേഷൻ വരുന്നു, അതനുസരിച്ചിട്ടാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഫിക്സ്ഡ് അല്ല. അത് ഫിക്സ്ഡ് അല്ല. അപ്പൊ അത് ഓരോ വർഷത്തെ ഇൻഫ്ലേഷൻ അനുസരിച്ചിട്ട് കാൽക്കുലേഷൻ ആണ്. അതിന്റെ ഫോർമുല അല്ലെങ്കിൽ ഇതൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. അതൊക്കെ എനിക്ക് തോന്നുന്നു അടുത്ത ദിവസങ്ങളായിട്ട് വരും. അതിനനുസരിച്ചിട്ടേ ഉള്ളൂ നമുക്കത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടെന്നുള്ള അറിയാൻ പറ്റുള്ളൂ. അപ്പം അതനുസരിച്ചിട്ട് അവർ പറയുന്നത്, ഇപ്പൊ പ്രോപ്പർട്ടി വിറ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞ സിനാരിയോയിൽ 400,000 ലാഭമാണെങ്കിൽ ഇൻഡെക്സേഷൻ കഴിഞ്ഞിട്ടുണ്ടാകുന്ന എമൗണ്ട് എത്രയാണോ അതിന് 30% ഫ്ലാറ്റ് ടാക്സ് ആണ് ഇപ്പൊ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പം അതിനകത്തും അവര് ഒരു പ്രോപ്പർട്ടി ഓൾറെഡി ഓൺ ചെയ്യുന്ന, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഓൾറെഡി ഓൺ ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ആകുന്ന വെച്ച് കഴിഞ്ഞാൽ 1st of July 2027 അതിന്റെ ഒരു വാല്യുവേഷൻ എടുക്കുന്നു. വാല്യുവേഷൻ 1 million ആണെന്ന് നോക്കുക. ആ വാല്യുവേഷൻ, അതായത് നമ്മൾ മേടിച്ച വില 500 ആയിരുന്നു, വാല്യുവേഷൻ 1st of July 2027 500,000 നിന്നും 1 million അപ് ടു 1 million വരെ നിലവിലുള്ള 50% ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും. അതായത് ആ ലാഭത്തിന് 50% ആ ഡിസ്കൗണ്ടോട് കൂടിയുള്ള ടാക്സ് കൊടുത്താൽ മതി. ആ പ്രോപ്പർട്ടി 2027 കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 5 വർഷം കഴിയുമ്പോൾ ഈ 1 million എന്നുള്ളത് കൂടി 1.5 million ആയി നോക്കുക. പിന്നീട് ഉണ്ടാകുന്ന 500,000 ഗ്രോത്ത് ഈ പറഞ്ഞ പുതിയ ഇൻഫ്ലേഷൻ ഇൻഡെക്സ്ഡ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് സിസ്റ്റം അതനുസരിച്ചായിരിക്കും അതിന്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പം ഈ 2027 ജൂലൈയിൽ അതിനൊരു നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിന്റെ ഒരു വാല്യുവേഷൻ എടുക്കണം. അതെങ്ങനെയാണെന്നുള്ളത് അനൗൺസ് ചെയ്യും. അത് അതിന്റെ ഉള്ള ക്ലാരിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിന്റെ ഒരു ചേഞ്ച് എന്ന് പറയുന്ന ഒരു മേജർ ചേഞ്ച് ആണ് അതും വന്നിരിക്കുന്നത്. അതായത് പക്ഷേ ഇതുവരെയുള്ള പ്രോപ്പർട്ടി ഹോൾഡേഴ്സിനെ അതും അഫക്ട് ചെയ്യുന്നില്ല. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം അവർ ചെയ്തേക്കുന്നത്, പുതിയ ഒരു വീട് മേടിക്കുകയോ ബിൽഡ് ചെയ്യുകയോ ചെയ്യുന്നവർക്ക് പഴയ സിസ്റ്റം അനുസരിച്ച് തന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ബെനിഫിറ്റ് കിട്ടാനായിട്ടുള്ള പ്രൊവിഷൻ അവർ വെച്ചിട്ടുണ്ട്. അതായത് പുതിയൊരു ബിൽഡ് മേടിച്ചു കഴിഞ്ഞാൽ ഈ 50% ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ബെനിഫിറ്റ് സ്റ്റിൽ നമുക്ക് കിട്ടും. അല്ലാതെ ഇൻവെസ്റ്റ്മെന്റിന് അതെ, പ്രിൻസിപ്പൽ പ്ലേസ് അല്ലെ ഓണർ ഒക്കുപ്പൈഡിന് യാതൊരു ചേഞ്ചസും ഇല്ല. നമ്മൾ മേടിച്ചു വിറ്റ് കഴിഞ്ഞാൽ അതിന് ടാക്സോ വേറെ ഇഷ്യൂസ് ഒന്നും നിലവിലൊന്നുമില്ല. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അപ്പൊ ഗവൺമെന്റ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ഈ പ്രൈസ് ഗ്രോത്ത് കാരണം ഫസ്റ്റ് ഹോം ബയേഴ്സ് അല്ലെങ്കിൽ യങ്ങർ ജനറേഷന് പ്രോപ്പർട്ടി ഡ്രീം കയ്യെത്താൻ ദൂരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിലയെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് ഈ 2 ചേഞ്ചസും കൊണ്ടുവന്നേക്കുന്നത്. അതുവഴിയായിട്ട് അവർ പറയുന്നത് ഒരു 75,000 ഫസ്റ്റ് ഹോം ബയേഴ്സിന് വീട് മേടിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ മാർക്കറ്റിനെ എഫക്ട് ചെയ്യും എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ച് മാസം കാത്തിരുന്ന് കാണേണ്ടതാണ്. ഹോപ്പ്ഫുള്ളി ഒത്തിരി താഴോട്ട് പോയില്ലാന്ന് വിചാരിക്കാം. പക്ഷേ ഒരു എസ്റ്റാബ്ലിഷ്ഡ് പ്രോപ്പർട്ടി മാർക്കറ്റിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ഗിയറിംഗ് ബെനിഫിറ്റുകൾ ഇല്ലാത്തത് കൊണ്ട് ഇനി എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ടാവും എന്നുള്ളതൊക്കെ
നമ്മുടെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഓക്കെ സോ ഒരു 2 മേജർ ചേഞ്ചസ് ആണ് ഓസ്ട്രേലിയൻ പ്രോപ്പർട്ടി മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൽ അഫക്റ്റ് ചെയ്യുന്ന ചേഞ്ചസ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ ഇതെങ്ങനെ പോകുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ക്ലോസ്ലി ഒബ്സർവ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഡിസ്കഷൻ ചെയ്യാവുന്നതായിരിക്കും. പിന്നെ എന്താണ് ഒരു മൂന്നാമത്തെ ചേഞ്ച് കൂടി നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ട്രസ്റ്റിന്റെ. മൂന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പർട്ടി ഇപ്പോൾ ഒരു ട്രസ്റ്റിലാണ് ഓൺ ചെയ്യുന്നതെങ്കിൽ ഇത്രയും നാളത്തെ ടാക്സ് സിസ്റ്റം അനുസരിച്ച് ഇപ്പം എൻ്റെ ഫാമിലി, ഞാൻ, എൻ്റെ വൈഫ്, പിള്ളേരും ഉണ്ടെങ്കിൽ ആർക്കാണോ ഇൻകം കുറവ് അതിനനുസരിച്ചിട്ട് നമുക്ക് ട്രസ്റ്റ് വഴിയായിട്ട് ഈ ഇതിനുണ്ടാകുന്ന പ്രോഫിറ്റ്, അതായത് ഒരു പ്രോപ്പർട്ടി വിറ്റ് കിട്ടുന്ന പ്രോഫിറ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ആ പ്രൊവിഷൻ വഴിയായിട്ട് നമ്മൾ ടാക്സ് ലയബിലിറ്റി എപ്പോഴും കുറയ്ക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പം അവര് ട്രസ്റ്റിന് 30% ഫ്ലാറ്റ് ആയിട്ട് ടാക്സ് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ഒരു ബെനിഫിറ്റ് എടുത്തു. ആ ബെനിഫിറ്റ് 30% ടാക്സ് ഫ്ലാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതുപോലെ തന്നെയുള്ള ബെനിഫിറ്റ് അത്രയും കിട്ടുന്നില്ല പഴയതുപോലെ. അപ്പൊ ആ 30% ഫ്ലാറ്റ് ടാക്സ് ആണ് ഇപ്പൊ അവര് ട്രസ്റ്റിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് നിലവിൽ ഉള്ള മാറ്റങ്ങൾ. പുതിയ ചേഞ്ചസ് വരുമ്പം ഞങ്ങൾ വീണ്ടും അതിന്റെ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ജോബിന് താങ്ക് യു വെരി മച്ച്. അപ്പം നമ്മുടെ കാണികൾക്ക് നിരവധിയായിട്ടുള്ള ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ജോബിൻ കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാലും താങ്ക് യു വെരി മച്ച് ഇത്ര ഇൻഫർമേഷൻസ് നമുക്ക് തന്നതിന്. താങ്ക് യു.